ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്, നിർണായകമാണ്. നിയമം, നിർവഹണം, നീതിന്യായം എന്നീ 3 തൂണുകൾക്ക് പുറമെ മാധ്യമങ്ങളെ 4ാം തൂണായി വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കണാണ്. ഭരണാധികാരികളെ നിലനിർത്തുവാനും നിലയ്ക്ക് നിർത്തുവാനും പത്രങ്ങൾക്ക് അസാമാന്യമായ കരുത്തുണ്ട്. അനുഭവങ്ങൾ അങ്ങനെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ വേഗത്തിൽ വാർത്തകൾ അറിയുവാനും അറിയിക്കുവാനും നമുക്ക് മാധ്യമങ്ങളുണ്ട്, നിരവധി മാധ്യമങ്ങളുണ്ട്. ഇലക്ട്രോണിക് മാധ്യമങ്ങളായ റേഡിയോ, TV എന്നിവയ്ക്ക് പുറമെ നവമാധ്യമങ്ങളായ ഫേസ്ബുക്കും ട്വിറ്ററും യൂട്യൂബും വാട്സപ്പും ഒക്കെ നമ്മളെ കാര്യം സഹായിക്കുന്നുണ്ട്. പക്ഷേ പത്രങ്ങളുടെ പ്രസക്തി ഒരു കാലത്തും നഷ്ടപ്പെടുന്നുമില്ല. നിരവധി പത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ലോകമെമ്പാടും ഇറങ്ങുന്നുണ്ട്. സമഗ്രമായ ഒരു പരന്ന വായനയ്ക്കും വിശ്വസനീയമായ വാർത്തകൾക്കും വേണ്ടി എല്ലാവരും പത്രങ്ങളെയാണ് ആശ്രയിക്കാറുള്ളത്. ഒരു പത്രം പുറത്തിറങ്ങിയതിന് പിന്നിൽ നിരവധി പേരുടെ പ്രയത്നമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുജനങ്ങൾ, വാർത്താലേഖകർ, എഡിറ്റർമാർ, ടെക്നീഷ്യന്മാർ, ഏജന്റുമാർ എല്ലാവരും കൂടി കൈകോർക്കുമ്പോഴാണ് എന്നും പ്രഭാതങ്ങളിൽ നമ്മുടെ കൈകളിലേക്ക് ഈ പത്രം എത്തുക. ഒരു പത്രം എങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് നമുക്ക് കാണാം. തിരനോട്ടത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 30 വർഷത്തോളം എഡിറ്റോറിയൽ വിഭാഗത്തിൽ ഞാൻ പ്രവർത്തിച്ച, എനിക്ക് അടുപ്പമുള്ള, സ്വാതന്ത്ര്യമുള്ള, വൈകാരികമായി ബന്ധമുള്ള മംഗളം ദിനപത്രത്തിൻ്റെ ഓഫീസിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. ഒരു പത്രം എങ്ങനെ ജനിക്കുന്നു എന്ന് നമുക്ക് അവിടെ നോക്കിക്കാണാം. വാർത്തകൾ അറിയുവാനും അറിയിക്കുവാനും സന്ദേശങ്ങൾ കൈമാറുവാനും സ്വീകരിക്കുവാനും ഒരു കാലഘട്ടത്തിൽ പക്ഷികളെയും ദൂതന്മാരെയും നിയോഗിച്ചിരുന്നതായി നാം കേട്ടിട്ടുണ്ട്. കാലം പിന്നിട്ടപ്പോൾ വർത്തമാന പത്രങ്ങളും റേഡിയോയും ടെലിഗ്രാമും ഒക്കെ ജനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ലോകമെമ്പാടും വർത്തമാന പത്രങ്ങൾക്ക് എക്കാലവും പ്രസക്തിയുണ്ട്. ഏതൊക്കെ മറ്റു വാർത്താ മാധ്യമങ്ങളുണ്ടെങ്കിലും പത്രവാർത്തകൾ നേരിട്ട് വായിച്ചറിയാനുള്ള വ്യഗ്രതയും ആവേശവും വായനക്കാരിൽ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. ചൂടുള്ള വാർത്തകൾക്കൊപ്പം അറിവുകളും സാമാന്യ വിജ്ഞാനവും സാമ്പത്തിക കാര്യങ്ങളും വ്യവസായവും കായികവും നേരമ്പോക്കുമൊക്കെ പത്രങ്ങളിലെ സമഗ്ര വായനയിലൂടെ അനുഭവിച്ചറിയാൻ ജനങ്ങൾ പണ്ട് മുതലേ ഉത്സുകരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമാകാതെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഗൗരവമായ ശ്രദ്ധയും സമീപനവും കൈക്കൊണ്ടാൽ മാത്രമേ രാജ്യത്തിന്റെ അടിത്തറ ഭദ്രമായിരിക്കൂ. സാമൂഹിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് മിക്കയിടങ്ങളിലും പത്രങ്ങൾ സ്ഥാപിതമായതെന്നുള്ളത് ചരിത്ര സത്യം. ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം ജപ്പാനിൽ നിന്നുള്ള യോമിറി ഷിംബുനാണ്. ഇന്ത്യയിൽ ഹിന്ദി ഭാഷയിലുള്ള ദൈനിക് ജാഗരണം, കേരളത്തിൽ മലയാള മനോരമയാണ് മുന്നിൽ. 1847 കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നും പുറത്തിറങ്ങിയ രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. ക്രിസ്ത്യൻ മിഷണറിയായ ഹെർമൻ ഗുണ്ടട്ടായിരുന്നു അന്നതിന്റെ പത്രാധിപർ. ഇതേ വർഷം തന്നെ തലശ്ശേരിയിൽ നിന്ന് മറ്റൊരു പത്രം കൂടി പുറത്തിറങ്ങി. പശ്ചിമോദയം എന്നാണ് ആ പത്രത്തിന്റെ പേര്. ഇപ്പോൾ പ്രചാരമുള്ള ദീപിക ദിനപത്രം ആദ്യമായി കോട്ടയത്തു നിന്നും 1887 പുറത്തിറങ്ങിയത് നസ്രാണി ദീപിക എന്ന പേരിലായിരുന്നു. നിധിരിക്കൽ മാണിക്കത്തനാരായിരുന്നു അന്നതിൻ്റെ പത്രാധിപർ. കുറച്ചു കാലത്തിന് ശേഷം മലയാള മനോരമയും പിന്നീട് മംഗളം, മാതൃഭൂമി, ദേശാഭിമാനി, കേരള കൗമുദി, മാധ്യമം, ജന്മഭൂമി തുടങ്ങിയ പത്രങ്ങളും കോട്ടയത്ത് എഡിഷൻ ആരംഭിച്ചു. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും സാന്നിധ്യം ഏറെ പ്രകടമെങ്കിലും സമഗ്ര വായനയ്ക്കും പരന്ന വായനയ്ക്കും വർത്തമാന പത്രങ്ങൾ തന്നെയാണ് അനുയോജ്യമെന്ന് മംഗളത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സാജൻ വർഗീസ് ചൂണ്ടിക്കാട്ടുന്നു. TV, റേഡിയോ എന്നുള്ള മാധ്യമങ്ങൾ വന്നതോടെ മലയാള വായന, പത്രവായന അല്ലാത്ത വായനകളെ ധാരാളം ബാധിച്ചിട്ടുണ്ട്. എന്നാൽ പത്രങ്ങളെ അത് ബാധിച്ചിട്ടില്ല. ഈ നവമാധ്യമങ്ങൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോലുള്ള പുതിയ നവമാധ്യമങ്ങൾ, ഇത്തരം മാധ്യമങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ പെട്ടെന്ന് നമുക്ക് തരുന്നവയാണ്. പക്ഷേ അതിനകത്ത് അതിൻ്റെ ക്രെഡിബിലിറ്റിയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും പിന്നീട് മാറ്റം വരുന്നു. ഇപ്പോൾ ചാനലുകളിലാണ് തന്നെ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന സാധനം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് കാണില്ല. ഇത്തരം വാർത്തകളിലെ വിശ്വാസ്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെല്ലാത്തും പത്രങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ കാര്യം നമുക്ക് ഈ പരന്ന വായന, അതിൻ്റെ വാർത്തകളുടെ അവസാന ഭാഗം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പത്രങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. ചാനലുകളുടെ കാര്യങ്ങൾ പോലും ഇപ്പോൾ പുറകോട്ട് പോയി കഴിഞ്ഞു. കാരണം ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞിരിക്കുന്നു. സീരിയലുകൾ ആൾക്കാർ കാണാതെ ഇപ്പോൾ യൂട്യൂബുകൾ കാണുന്നു. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ കാണുന്നു. പക്ഷേ പത്രങ്ങൾ അന്നും ഇന്നും ഒരേ സ്വഭാവം പുലർത്തുന്നു. അതിനകത്ത് സത്യസന്ധത പൂർണ്ണമായിട്ടും അതിൻ്റെ അവസാനം വരെയുള്ള വാർത്തയിലുള്ള കൃത്യത, ഇതാണ് പത്രങ്ങളുടെ പ്രത്യേകത. പത്രം ഏജന്റുമാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വാർത്തകളും ഫോട്ടോകളും ജില്ലാ ലേഖകന്റെ ഓഫീസിലെത്തിക്കാനുള്ള ചുമതല പ്രാദേശിക ലേഖകന്മാർക്കുള്ളതാണ്. ഇങ്ങനെ ലഭിക്കുന്നതും പ്രസ് ക്ലബിൽ നിന്നും മറ്റും സമാഹരിക്കുന്ന വാർത്തകളും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഡെസ്കിലെത്തിക്കുക എന്നുള്ളതാണ് ജില്ലാ ലേഖകന്റെയും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് സഹപ്രവർത്തകരുടെയും ചുമതല.
പ്രാദേശിക ഫോട്ടോഗ്രാഫർമാരുടെയും സ്റ്റാഫ് ഫോട്ടോഗ്രാഫർമാരുടെയും സേവനം വാർത്താ ലേഖകർക്ക് എന്നും പിന്തുണയാണ്. മംഗളം ദിനപത്രത്തിൻ്റെ കോട്ടയം ബ്യൂറോ ചീഫ് ശ്രീ ഷാലു മാത്യു വാർത്താ സമാഹരണത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. മാധ്യമ മേഖല മണിക്കൂറുകളും ദിവസങ്ങളും അനുസരിച്ച് ഓരോ നിമിഷം തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു 10-15 വർഷം മുമ്പ് വരെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ പത്രമാധ്യമമായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ചാലക ശക്തിയായി നിലനിന്നിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ടെലിവിഷൻ ചാനലുകളുടെ ഒരു കടന്നുവരവുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ നിലവിൽ ഓൺലൈൻ മീഡിയയുടെ ഒരു കടന്നുവരവുണ്ടായി. ഇപ്പോൾ നിലവിലുള്ള ഓരോരുത്തരും ഒരു മാധ്യമ പ്രവർത്തകരായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും തന്നെ മാധ്യമ പ്രവർത്തകരായി മാറിക്കൊണ്ടിരിക്കുന്നു. സാധാരണ നമ്മുടെ ഓഫീസിൽ കൊണ്ട് വാർത്ത തരുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തുപോയി ശേഖരിക്കുന്ന വാർത്തകളുണ്ട്. ശേഖരിക്കുന്നതിൽ പ്രധാന ഒരു സ്ഥലമെന്ന് പറയുന്നത് പ്രസ് ക്ലബ്ബുകളാണ്. പ്രസ് ക്ലബ്ബുകൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ, അവിടെ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾ, ഈ വാർത്തകളെല്ലാം നമ്മൾ ശേഖരിക്കുകയും ഈ വാർത്തകൾ നമ്മുടെ ഓഫീസിലെത്തിച്ച് അത് യഥാർത്ഥമായി എന്താണ് പ്രധാനമായി പറഞ്ഞത്, ആ വാർത്തയ്ക്ക് ചലനം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ വാർത്തയായിരിക്കും നമ്മൾ വലിയ തലക്കെട്ടോടുകൂടി തന്നെ പ്രസിദ്ധീകരിക്കുന്നത്. ഇവിടുന്ന് തന്നെ ഡെസ്കിലേക്ക് ഈ വാർത്തകൾ കൈമാറും. ഡെസ്കിൽ അതിൻ്റെ ചുമതലയുള്ള ന്യൂസ് എഡിറ്റർമാരുണ്ട്, എക്സിക്യൂട്ടീവ് എഡിറ്ററുണ്ട്, ചീഫ് ന്യൂസ് എഡിറ്റർമാരുണ്ട്, സബ് എഡിറ്റർമാരുണ്ട്. അവർ ആ വാർത്തയിൽ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി അതല്ലെങ്കിൽ കോപ്പി ഡെസ്കിനെ കൊണ്ട് കൈകാര്യം ചെയ്ത് അത് പ്രസിദ്ധീകരണ യോഗ്യമാകുന്ന രീതിയിലേക്ക് മാറ്റും. ഡെസ്കിൽ ലഭ്യമാകുന്ന വാർത്തകൾ ക്രോഡീകരിച്ച് യോഗ്യമായവ പ്രാധാന്യമനുസരിച്ച് കമ്പ്യൂട്ടർ മുഖാന്തരം ഏകോപിപ്പിക്കുന്ന ചുമതലയാണ് ഡെസ്കിലെ എഡിറ്റർമാർ ചെയ്യുന്നത്. ലോക്കൽ, ജനറൽ, ഇൻ്റർനാഷണൽ, സ്പോർട്സ്, ഒബിച്വറി തുടങ്ങിയ പേജുകൾക്ക് പ്രത്യേകം ചുമതലക്കാരും അവരോടൊപ്പം സബ് എഡിറ്റർമാരും ഉണ്ടാവും. ആകർഷകമായ ടൈറ്റിലും അടിക്കുറിപ്പും ചിത്രങ്ങളുമൊക്കെയായി പേജുകൾ തയ്യാറാക്കുന്നതിന് മേൽനോട്ടം ന്യൂസ് എഡിറ്റർക്കുള്ളതാണ്. പോളിസിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും മുൻ പേജിൽ വരുന്ന വാർത്തകൾ നിർദ്ദേശിക്കുവാനും പത്രത്തിൻ്റെ പൂർണ്ണ ചുമതലക്കാരനായ എഡിറ്റർ തയ്യാറാവുന്നു. ഒരു പത്രത്തിൻ്റെ ദൈനംദിന എഡിറ്റോറിയൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും പത്രനിർമ്മിതിയെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും മംഗളത്തിൻ്റെ ന്യൂസ് എഡിറ്റർ ശ്രീ EP ഷാജിദ്ദീൻ പറയുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ധാരാളം വിവരങ്ങൾ അച്ചടി മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ദിനപത്രങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. 1971 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വാട്ടർഗേറ്റ് വിവാദം എന്ന് പറയുന്നത്. അമേരിക്കയിലെ പ്രസിഡന്റ് നിക്സൺ എതിർ പാർട്ടിയായ ഡെമോക്രാറ്റ് പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ വാഷിങ്ടൺ പോസ്റ്റ് പത്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്നു. അതൊക്കെ രാജ്യാന്തര പത്രങ്ങളുടെ കാര്യമാണ്. ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ദിനപത്രങ്ങളാണ്. ഇപ്പം ഹിന്ദു ദിവസങ്ങളോളം റിപ്പോർട്ട് ചെയ്ത ബൊഫോഴ്സ് അഴിമതി കേസ്, അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പത്രപ്രവർത്തന ചരിത്രത്തിൽ തന്നെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് ഒരു വലിയ സംഭാവന നൽകിയ ഒരു സംഭവമായിരുന്നു ബൊഫോഴ്സ് അഴിമതി കഥകളുടെ റിപ്പോർട്ടിങ്. പത്രങ്ങളിലേക്ക് വാർത്തകൾ എത്തുന്നതും വാർത്ത എഡിറ്റ് ചെയ്യുന്നതും വാർത്ത നമ്മുടെ അച്ചടിക്ക് വേണ്ടി തയ്യാറാക്കുന്നതും ഒരു പല ഘട്ടങ്ങളിലായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏജൻറ്റുമാരിൽ നിന്ന്, പ്രാദേശിക ലേഖകന്മാരിൽ നിന്ന്, പത്രത്തിൻ്റെ സ്വന്തം ലേഖകന്മാരിൽ നിന്ന്, ന്യൂസ് ഏജൻസികളിൽ നിന്ന്, സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗങ്ങളിൽ നിന്ന്, ഇത്രയും സ്ഥലങ്ങളിൽ നിന്നാണ് പത്രങ്ങളിലേക്ക് വാർത്തകൾ എത്തുന്നത്. ഈ വാർത്തകൾ ഏറ്റവും തുടക്കത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏതെന്ന് പറഞ്ഞ് അത് സ്വീകരിക്കണം, കുറച്ച് തള്ളിക്കളയണം. അതിനുവേണ്ടിയാണ് കോപ്പി ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ആളുള്ളത്. ഈ കോപ്പി ടെസ്റ്റർ തിരഞ്ഞെടുക്കുന്ന വാർത്തകളാണ് ന്യൂസ് എഡിറ്റർ എന്ന തസ്തികയിലുള്ള ആളുടെ കയ്യിലേക്ക് എത്തുന്നത്. ന്യൂസ് എഡിറ്ററാണ് ഒരു പത്രത്തിൽ ഓരോ വാർത്തയും ഏതൊക്കെ പേജിൽ കൊടുക്കണം, അതിന് ഏതൊക്കെ പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ വാർത്തയുടെ കൂടെ ഫോട്ടോ കൊടുക്കണം, ഫോട്ടോയ്ക്ക് എത്ര വലിപ്പം വേണം, വാർത്തയ്ക്ക് എത്ര വലിപ്പം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ന്യൂസ് എഡിറ്ററാണ്. ന്യൂസ് എഡിറ്ററുടെ കീഴിൽ ഉള്ള ഒരു എഡിറ്റർമാർ എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ളവർ ചീഫ് സബ് എഡിറ്റർമാരാണ്. അതിന് താഴെയുള്ള സീനിയർ സബ് എഡിറ്റർമാരുണ്ടാകും, സബ് എഡിറ്റർമാരുണ്ടാകും, സബ് എഡിറ്റർ ട്രെയിനിമാരുണ്ടാകും. അങ്ങനെ പല ഘട്ടത്തിലുള്ള ആൾക്കാരാണ്. പത്രത്തിൻ്റെ നയമനുസരിച്ച് വാർത്തയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്
എഡിറ്റർമാരുടെ ചുമതല. എഡിറ്റ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങളൊന്നും നഷ്ടപ്പെടാതെ അപ്രധാനമായ കാര്യങ്ങളൊക്കെ കളഞ്ഞ് അതിനെ എഡിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതും ഇത്തരം കാര്യങ്ങളാണ് സബ് എഡിറ്റർമാർ ഡെസ്ക് എന്ന് പറയുന്ന പത്രത്തിൻ്റെ ന്യൂസ് ഡെസ്കിലിരുന്ന് ചെയ്യുന്നത്. ഇങ്ങനെ എഡിറ്റ് ചെയ്ത വാർത്തകൾ പത്രത്തിൻ്റെ ഓരോ പേജിലും ലേഔട്ട് ചെയ്ത് വെക്കുക എന്നൊരു ജോലി കൂടി അവർ ചെയ്യുന്നുണ്ട്. ഓരോ പത്രവും ഓരോ തരം സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കുന്നത്. പത്രത്തിന് ലേഔട്ടിനും ഒരു ശൈലിയുണ്ട്. ആ ശൈലി അനുസരിച്ച് പത്രത്തിൻ്റെ പേജുകൾ രൂപപ്പെടുത്തുക എന്ന ഒരു ചുമതലയും സബ് എഡിറ്റർമാർ ചെയ്യുന്നുണ്ട്. പത്രത്തിൻ്റെ എഡിറ്റോറിയലിൽ ഇങ്ങനെ 2 പ്രവൃത്തികൾ, ഒന്ന് എഡിറ്റിങ്ങും പേജ് ലേഔട്ടും നടന്നു കഴിഞ്ഞാൽ പിന്നീട് വേറെ 1-2 ചില പ്രോസസ്സുകളുണ്ട്. അത് ചെയ്യുന്നത് മറ്റ് സാങ്കേതിക വിഭാഗങ്ങളിലാണ്. പത്രനിർമ്മിതിയുടെ അവസാന ഘട്ടം പ്രിന്റിംഗ് ആണ്. അതിനു മുമ്പ് ലേഔട്ട് ചെയ്ത് പൂർണ്ണമായ വാർത്താ പേജുകൾ കമ്പ്യൂട്ടറിൽ നിന്നും നേരെ പോകുന്നത് CTP സിസ്റ്റത്തിലേക്കാണ്. CTP എന്നാൽ കമ്പ്യൂട്ടർ ടു പ്ലേറ്റ് എന്ന് അർത്ഥം. ഈ വിഭാഗത്തിൽ തയ്യാറാക്കപ്പെടുന്ന പ്ലേറ്റുകൾ നേരിട്ട് പ്രിന്റിംഗ് സെക്ഷനിലാണ് എത്തുക. അവിടെ ആവശ്യമായ ടെക്നിക്കൽ മാറ്റം നടത്തി പ്ലേറ്റ് സ്ഥാപിച്ചാൽ പ്രിന്റിങ്ങിന് പ്രസ് തയ്യാറാവും. പ്രിന്റിംഗ് സംബന്ധമായ കാര്യങ്ങൾ നമ്മളോട് പറയാൻ 4 പതിറ്റാണ്ടിലധികമായി പ്രിന്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഡക്ഷൻ മാനേജർ ശ്രീ CN വിജയകുമാറുണ്ട്. പ്രിന്റിംഗ് അന്ന് നമ്മൾ പഴയകാലത്ത് മരക്കട്ട കൊണ്ടും കല്ലച്ചുകൊണ്ടും ഉണ്ടാക്കി അക്ഷരങ്ങളുണ്ടാക്കി അതിൽ കൂടെ പ്രിൻ്റ് ചെയ്തെടുത്തിരുന്ന ആ കാലഘട്ടം പോയി. അത് മാറി. അത് കഴിഞ്ഞിട്ട് ലെഡ് ഈയത്തിൽ അക്ഷരങ്ങളുണ്ടാക്കി അത് റേസ്ഡ് സർഫസ് പ്രിൻറ്റിങ്, അതിന് ലെറ്റർ പ്രസ് പ്രിൻറ്റിങ് എന്നൊരു പേരിൽ അത് തുടക്കമിട്ടു. ലെറ്റർ പ്രസ് പ്രിൻറ്റിങ് അത് വലിയ എല്ലാ പ്രസ്സുകളിലും ആ ഒരൊറ്റ സംവിധാനത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ റേസ്ഡ് സർഫസ് പ്രിൻറ്റിങ്ങിനെ പത്രമാധ്യമം റോട്ടറി എന്ന പേരിൽ വെബ് കയറ്റി, ന്യൂസ് പ്രിൻ്റ് കയറ്റി അതിലടിച്ചു തുടങ്ങി. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പത്രം കണ്ടമാനം ഉയരാൻ തുടങ്ങിയപ്പോൾ ഓഫ്സെറ്റ് എന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി. ഓഫ്സെറ്റ് എന്നത് ഒരു പ്ലെയിൻ സർഫസാണ്. പ്ലെയിൻ സർഫസിൽ വെള്ളവും ഓയിലും തമ്മിൽ മിക്സ് ചെയ്യത്തില്ല എന്നുള്ള ഒരേ മെത്തേഡിൽ ഒറ്റ മെത്തേഡിലാണ് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിൻ്റെ ബേസ്. ഇപ്പം നമ്മൾ നിലവിൽ നിൽക്കുന്നത് ഈ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങാണ്. ഇന്ത്യയിൽ നിലവിലുള്ള ഇതിൽ ഏറ്റവും നല്ല മെഷീൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ന്യൂസ് ലൈൻ മനുഗ്രാഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ന്യൂസ് ലൈൻ 45 ഉണ്ട്, 35 ഉണ്ട്. 45 എന്ന് പറയുന്നത് 45,000 സ്പീഡ് പെർ ഹവർ. DTP ചെയ്തു കഴിഞ്ഞാൽ അത് നേരെ കമ്പ്യൂട്ടറിലേക്ക് പോവുകയാണ്. കമ്പ്യൂട്ടറിലേക്ക് പോയി ആ കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത് ഓരോ ഫോട്ടോയ്ക്ക് എന്നാ ക്ലാരിറ്റി കൊടുക്കണം, ബേസിക് കളർ, അതായത് സിയാൻ, മജണ്ട, യെല്ലോ, ഈ 3 കളറിൽ എങ്ങനെ എത്ര % ഓരോന്ന് കൊടുക്കണം, അതിൻ്റെ പെർഫെക്ഷൻ എത്ര ബ്ലാക്ക് കൊടുക്കണം എന്നുള്ളത് കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത്. കമ്പ്യൂട്ടറിൽ അതിന് CTP എന്ന് പറയും, കമ്പ്യൂട്ടർ ടു പ്ലേറ്റ്, നേരെ ഡയറക്റ്റ് പ്ലേറ്റിൽ. അതുപോലെ തന്നെ ഈ പത്രം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പണ്ട് മാനുവലായിട്ട് എണ്ണി പാക്ക് ചെയ്യുമായിരുന്നു. ഇന്ന് ഏജൻറ്റ് വൈസ് നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എണ്ണി ഓരോ ഏജൻറ്റിൻ്റെയും എണ്ണി വരും, ഓട്ടോമാറ്റിക് പാക്ക് ചെയ്ത് ബണ്ടിലായിട്ട് എപ്പോൾ പ്രിൻറ്റിങ് തീരുന്നോ സെയിം മൂമെൻറ്റിൽ തന്നെ പാക്കിങ്ങും തീരുന്നു. CTP സെക്ഷനിൽ എത്തുന്ന പത്രത്തിൻ്റെ വാർത്തകൾ അടങ്ങിയ പ്ലേറ്റ് മെഷീനിൽ ഘടിപ്പിക്കുകയാണ് ആദ്യപടി. ഹൈ സ്പീഡ് പ്രിന്റിംഗ് മെഷീനിൽ ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ മെഷീൻ ഓടിച്ചു നോക്കും. ഓരോ ഘട്ടത്തിലും പ്രിന്റിങ്ങിന്റെ ഗുണനിലവാരം നോക്കുവാൻ സൂപ്പർവൈസർമാരും പ്രിന്റിംഗ് സെക്ഷനിൽ ഉള്ളവരുമുണ്ട്. വേഗതയേറി മിഷൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്യാൻ കഴിയുന്നു. ഈ അവസരത്തിൽ
ഈ കോപ്പികൾ ഒരു ബെൽറ്റ് വഴി നേരെ പോകുന്നത് പാക്കിംഗ് സെക്ഷനിലേക്കാണ്. അവിടെ ലേബൽ ഒട്ടിച്ച് പ്ലാസ്റ്റിക് കവറിൽ പ്രിന്റ് ചെയ്ത് പത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ പത്രം വിവിധ സ്ഥലങ്ങളിൽ വിതരണത്തിന് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കാറ്റിനെയും മഴയെയും വെള്ളപ്പൊക്കത്തെയും ഒക്കെ അവഗണിച്ച് പുലർകാല പ്രഭാത വേളകളിൽ നമുക്ക് പത്രം എത്തിച്ചു തരുന്ന ഏജന്റന്മാർ, അങ്ങനെയുള്ളവർ നിരവധിയാണ്. കോട്ടയത്ത് നട്ടാശ്ശേരി സ്വദേശികളായ രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്താം. ശ്രീ MP വിജയൻ നട്ടാശ്ശേരി കഴിഞ്ഞ 46 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ശ്രീ നാരായണൻ നായർ കഴിഞ്ഞ 17 വർഷമായി പത്ര വിതരണ രംഗത്ത് പ്രവർത്തിച്ചു. വെളുപ്പിനെ 3:30 ചവിട്ടൂരി കവലെ പോയി കട്ടെടുത്ത് സോർട്ട് ചെയ്ത് പിള്ളേർക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ 4:30 പത്ര വിതരണം എല്ലാ വീടുകളിലും എത്തിക്കാൻ തുടങ്ങും. മഴക്കാലത്തും വെള്ളപ്പൊക്ക സമയത്തുമാണ് നമ്മുടെ നട്ടാശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ പത്രവിതരണം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട്. കാര്യം നട്ടാശ്ശേരി മിക്കവാറും പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലായിരിക്കും. പിന്നെ മഴക്കാലത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊഴിച്ചാൽ ഈ തൊഴിൽ യാതൊരു കുഴപ്പമില്ലാതെ നമ്മൾ 46 വർഷമായിട്ട് അരനൂറ്റാണ്ട് കാലമായിട്ട് കൊണ്ടുപോകുന്നു, വലിയ കുഴപ്പമില്ലാതെ. ഞാൻ മലയാള മനോരമ, മാതൃഭൂമി, ജന്മഭൂമി, ദേശാഭിമാനി, ഹിന്ദു ഇങ്ങനെയുള്ള എല്ലാവിധ പത്രങ്ങളും ഉണ്ട്. അത് രാവിലെ ഞാൻ 3 മണിയാകുമ്പോൾ എഴുന്നേക്കും. പിന്നെ 3:30 ജോലി ചെല്ലും, പത്രം എടുത്തുകൊണ്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ പരിപാടി തീരും. ഒരു പത്രം എങ്ങനെ ജനിക്കുന്നുവെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. തിരുനോട്ടത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ഇഷ്ടപ്പെട്ടാൽ നിശ്ചയമായും പിന്തുണയ്ക്കുക. വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.